നമ്മള് മുത്തുനബി തങ്ങളുടെ ഒളി പറഞ്ഞ് അതിന് പറ്റുന്ന മാതാപിതാക്കളൊക്കെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അമ്പിയാക്കളും അല്ലാത്തവരൊക്കെ നബി തങ്ങളുടെ പിതാവ് പരമ്പരയിലുണ്ട്, അവർക്ക് ശുദ്ധന്മാരാണെന്നും പറഞ്ഞു. നബിന്റെ നൂർ അടങ്ങുന്ന ആ ഒരു സാധനം, ആ ഒരു നുത്ഫത്ത് ചുമക്കാൻ പറ്റുന്നൊരു പിതാവ് വേണം, ഭൂമിയിലേക്ക് ജസദുമായി പ്രസവിക്കാൻ പറ്റുന്നൊരു ഗർഭപാത്രവും വേണം. ഇത് രണ്ടും ഉള്ളത് ഇപ്പൊ ഭാഗ്യം ലഭിച്ചത് അബ്ദുള്ള ആമിന റളിയല്ലാഹു അൻഹുമ ദമ്പതിമാർക്കാണ്. നോക്കാലോ. ബിസബബി വുജൂദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ കൗനി ലിഹാദിഹിൽ ഉമ്മത്തി മിനൽ മസായ വലി ആബായി വ ഉമ്മഹാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന ശറഫി അൽ അക്ബർ വത്തമയ്യുസിൽ അൽഹർ. ഈ പ്രപഞ്ച ലോകത്തേക്ക് മുത്തുനബി തങ്ങളുടെ ഉണ്ടാവൽ കാരണം ഈ സമുദായത്തിന് അഥവാ നബിന്റെ സമുദായത്തിന് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നബി കാരണം കൊണ്ട് കിട്ടിയതാണ്. മാത്രമല്ല നബിന്റെ മാതാപിതാക്കൾക്കും ആ മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വലിയ വലിയ നേട്ടങ്ങളാണ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നബിക്ക് ജന്മം നൽകിയ ഉമ്മ ആമിന ബിബി റളിയല്ലാഹു അൻഹയോ വശറഫത്ത് ആമിനത്തു ബിമാ ശറഫത്ത് ബിഹി ഉമ്മുൽ ബശർ വസിയാദത്തൻ അലൈഹ അദ്മുൽ വാസിതത്തി വആമിനത്തു ഇംതാസത്ത് ബിഇബ്റാജിഹി ഇലാ വുജൂദി ആലമിൽ ഇന്തിഖാൽ മാ അദ്മുൽ വാസിതത്തി. സാധാ മനുഷ്യരുടെ മാതാക്കൾക്കുണ്ടാവേണ്ട ശ്രേഷ്ഠത എന്താണോ അതുകൊണ്ടെല്ലാം മഹദി ആമിന ബിബി റളിയല്ലാഹു അൻഹ ശ്രേഷ്ഠമായിട്ടുണ്ട്. മറ്റുള്ള ഉമ്മമാരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ലഭിച്ചത് മറ്റുള്ളവർക്ക് മാധ്യമുഖാന്തരമായിട്ട് ഉമ്മമാരായതാണെങ്കിൽ ആ വിരലുകൊണ്ട് നേരെ മാധ്യമമല്ലാതെ പ്രസവിച്ചു, ഗർഭം ചുമന്ന് പ്രസവിച്ചു. ആര്? മഹദി ആമിന ബീവി. ഈ പ്രപഞ്ച ലോകത്തിലേക്ക് നേരെ കുട്ടിയെ പ്രസവിക്കലോടുകൂടി ആമിന ബിബി മറ്റുമ്മമാരിൽ വകതിരിഞ്ഞു. ഇതൊക്കെ നടക്കാൻ കാരണം വസബഖ ബി ഇൽമില്ലാഹി തആല അന്നൽ ഫായിസത്തു ബിശറഫിൽ ഇന്തിഹാൽ വഹുവ അഫ്ളലു മിമ്മാ ഫാദത് ബിഹി ഹവ്വാ മിൻ ശറഫിൽ ഇബ്തിദാൽ. ആരംഭം നോക്കുകയാണെങ്കിൽ ആദ്യമുണ്ടായ ഉമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹയാണ്. അതിനേക്കാൾ ശറഫ് ആർക്കുണ്ടായി? ഇപ്പോൾ അത് അല്ലാഹ് തീരുമാനിച്ചു വെച്ചതാണ്. ആമിന ബീബിയുടെയും ഉമ്മയായ ഹവ്വാ റളിയല്ലാഹു അൻഹയേക്കാൾ ആമിന ബീബി വിജയിച്ചവളാണ്. ആ കുട്ടി പോന്നു അവസാനം ആമിന ബീബിയിലെത്തിയിട്ട് അവിടെ അന്ത്യം കുറിക്കുകയാണ്. ഇനി ഗർഭം ചുമക്കേണ്ടവർ ആരുമില്ല, ആമിന ബീബി മാത്രമാണ് ഗർഭം ചുമക്കേണ്ടത്. അങ്ങനെയുള്ള എല്ലാ സവിശേഷതകളും ശ്രേഷ്ഠതകളും മുത്തുനബി തങ്ങളുടെ ആ ഒളിവിങ്ങനെ വിരലോടുകൂടി ഈ മഹദിമാർക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ഉമ്മയായ ആമിന ബീവിക്ക് ലഭിച്ചു. അതാണ് ഹംസിയ ബൈത്ത് പറയുന്നത്. ഫഹനീഅം ബിഹി ലിആമീനത്തൽ ഫളിൽ അല്ലദീ ശുദ്ദിബത് ബിഹി ഹവ്വാഉ. ഇതിനർത്ഥം എന്താ? അതിന് സാരം ഐ സബത്തലഹൽ ഫദിലു അയൽ കമാലു വശറഫു വൽ ഉലൂമു ഹാല കൗനിഹി അനീഅൻ ഐല ആഫത്ത ഫീഹി വലാ നകദ. പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ വളരെ സന്തോഷവാനായിക്കൊണ്ട് ഉന്നതിയും പദവിയും പരിപൂർണമായി ആമിന ബിബി റളിയല്ലാഹു അൻഹാക്ക് സ്ഥിരപ്പെട്ടു. അത് നബി കാരണമാണ്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹ ഗർഭം ചുമന്നു അഹമ്മദി എന്നവർ ആര് പറയാൻ? ആരുണ്ട്? നിൽക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ ഈ നബിയെ കൊണ്ട് ഗർഭം ചുമന്ന് പറയാൻ ആരുണ്ട്? ആരുമില്ല. അവർക്കൊന്നുമില്ലാത്ത ആ ഗർഭം ചുമക്കുക, കുട്ടിക്ക് ജന്മം നൽകി പ്രസവം നൽകുക എന്നുള്ള പ്രത്യേകത
ആമിന ബിബി റളിയല്ലാഹു തആല അൻഹക്ക് മാത്രമുള്ളതാണ്. ആ നിലക്കൊക്കെ ആമിന ബീവിയും അബ്ദുള്ള തങ്ങളും എന്തായെന്നറിയാമോ ഉന്നതിയിലെത്തിക്കുകയുണ്ടായി. അതൊക്കെ നബി കാരണമാണ്. ഇനി നോക്കൂ, നൂറു നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി വജ്ഹി അബി അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ള എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയില്ല, ആമിന എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയും. അതെന്താ? രണ്ടാക്കും തെർലിയത്ത് ചെല്ലണം. കാരണം പിതാവിനും മാതാവിനും കുഴപ്പമില്ലല്ലോ, അപ്പൊ തെർലിയത്ത് ചെല്ലാലോ. ഇനി നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള തങ്ങളിൽ നബി തങ്ങളുടെ ഒളി മിന്നിമറിയുകയാണ്. അതാണ് അഖ്റജ അബൂ നുഐം വൽ ഖറാഇതിയു വഇബ്നു അസാകിർ അന്ന അബ്ദുൽ മുത്തലിബ് ലമ്മാ ഖറജ ബി അബ്ദില്ലാഹി ലിയുസവ്വിജഹു ലിറുഇയല്ലത്തി റഅഹ റഅതുഹു കാഹിനത്തുൻ ഫറഅത്തുൽ കുതുബ ഫറഅത്ത് നൂറൻ നുബുവത്തി ഫി വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമിൻ സമ്മ കാന അജ്മല റജുലിൻ റുഇയ ബി ഖുറൈശിൻ ഫസഅലതുഹു അൻ യഖഅരിഹ ഫതുഅതിയഹു മിഅത മിനൽ ഇബ്ലി ഫഅബാ വഖാല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അബൂ നുഐം എന്നവരും ഖറായിത്തിയും ഇബ്നു അസാകിറും പറഞ്ഞതാണ് ഈ സംഭവം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം നോക്കാം. അബ്ദുൽ മുത്തലിബ് എന്നവര് തന്റെ മകനായ അബ്ദുലും കൂട്ടി പോവുകയാണ്. എന്തിന്? അബ്ദുൽ മുത്തലിബ് തങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം ഇൻഷാ അല്ലാഹ് വ്യാഖ്യാനിൽ പറയാം. ആ സ്വപ്നം കണ്ട അടിസ്ഥാനത്തിൽ കല്യാണം കഴിക്കുവാൻ വേണ്ടി ഒരു ഇണയെ തേടി പോവുകയാണ്. ഇണയെ കണ്ടെത്തിയിട്ടുണ്ട്, ആമിന ബീവി വഹബിന്റെ മകൾ. അങ്ങനെ പോകുന്ന വഴിയിൽ അതാ ഒരു കാഹിനത്ത്, ഒരു ജ്യോത്സ്യപ്പെണ്ണ് കാണുകയാണ്. ഈ പെണ്ണാണെങ്കിലോ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു പഠിച്ചവളാണ്. ആ ഗ്രന്ഥത്തിൽ നബിയെ പറ്റി എല്ലാ വിശേഷങ്ങളും ഉണ്ട്. അപ്പൊ നബി വരാനായിട്ടുണ്ട്. ഈ നബിന്റെ പ്രഭ ഒടി മിന്നിത്തിളയുകയാണ് അബ്ദുള്ളയുടെ നെറ്റിയിലും മുഖത്തിലൊക്കെ. അങ്ങനെ പെണ്ണ് നബുവത്തിന്റെ പ്രഭ അബ്ദുള്ള തങ്ങളുടെ മുഖത്ത് കാണുകയാണ്. ആ കണ്ട കാരണം കൊണ്ട് ചോദിക്കുകയാണ്. അതുണ്ടായത് കൊണ്ട് തന്നെ ഖുറൈശികളിൽ ഏറ്റവും കാണാൻ ചന്തമുള്ള അഴകുള്ള ആളായിരുന്നു ആരെയും ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ കാഹനത്തായ ഈ ഗ്രന്ഥങ്ങൾക്ക് വായിച്ച് പഠിച്ച നബിയാണെന്ന് നബി വരാനുണ്ട്. ആ നബിന്റെ ഒളിവ് അബ്ദുള്ളാന്റെ മുഖത്ത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ പെണ്ണ് അബ്ദുള്ള തങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമുക്കൊന്ന് ബന്ധപ്പെടാം, താങ്കൾ എന്റെ കൂടെ ഒന്ന് വരുമ്പോ ബന്ധപ്പെടാൻ, അതിന് ഞാൻ നിങ്ങൾക്ക് 100 ഒട്ടകം സമ്മാനം തരാം എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ നബിന്റെ ഒളിവാണല്ലോ മിന്നിത്തിളങ്ങുന്നത്. നബിന്റെ പിതാവിന് കോട്ടം തട്ടാൻ പാടില്ല. അപ്പോൾ അബ്ദുള്ള തങ്ങൾ പറഞ്ഞു, നോ, ഞാൻ വരില്ല. അത് പറഞ്ഞുകൊണ്ട് മഹാൻ പറയുന്നു, അമൽ ഹറാമു ഫൽ മമാതു ദൂന. ഹറാമായപ്പോഴെടുക്കുക ശരിയല്ല, അതിലേറെ നല്ല മരിച്ചു പോകലല്ല, മരണമല്ലേ നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ എന്തിനേറെ പറയുന്നു, സംഭവം തുടരുന്നു. ഫമറബിഹി അബൂ ഹത്ത വഹബൻ അബ ആമിനത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആര്? ബഹുമാനപ്പെട്ട നബി തങ്ങളല്ല, നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള എന്നവരെ കൂട്ടിപ്പോയി. ആര് കൊണ്ടുപോയി? അബ്ദുൽ മുത്തലിബ്. അങ്ങനെ പോയിട്ട് ആമിന ബീവിയുടെ പിതാവായ വഹബിന്റെ അടുത്തെത്തി. കല്യാണം കോർപ്പിച്ചതല്ലേ. ഫസവ്വജഹു ബിഹ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് വഹബിന്റെ സമ്മതപ്രകാരം ആമിന ബീവിയെ കെട്ടിച്ചു കൊടുത്തു. വഹിയ യൗമഇദിൻ അഫ്ളലു ഇംറഅത്തൻ ഫീ ഖുറൈശിൻ നസബൻ. അല്ല, വഹിയ യൗമഇദിൻ അഫ്ളലു ഇംറഅത്തിൻ ഫീ ഖുറൈശിൻ നസബൻ വമൗളിഅൻ. അന്ന് ഖുറൈശി തറവാട്ടിൽ സുന്ദരിയായ ഉന്നതിയായ ഒരു പെണ്ണ് ആമിന ബീവിയാണ്. തറവാട് വഹിക്കും എല്ലാ നിലയിലും. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു. വഖാലിക യൗമൽ ഇസ്നൈനി അയ്യാമ മിന.
ഇന്ദൽ ജംറത്തി, മിനയിലെ ദിനങ്ങൾ. അന്ന് തിങ്കളാഴ്ച ദിവസമാണ്. ഈ തിങ്കളാഴ്ച ദിനം മഹാനായ അബ്ദുള്ള തങ്ങളും മഹദി ആമിനാവിയും ബന്ധപ്പെടുകയാണ്. ജംറന്റെ അടുക്ക വെച്ചുകൊണ്ടാണ് ബന്ധപ്പെട്ടത്. കഴിഞ്ഞു. സുമ്മ ഖറജ, പിന്നീട് അബ്ദുള്ള തങ്ങൾ തിരിച്ചു പോരുന്നു. അമറാലാ തിൽക്കൽ മർഅത്തി, നേരത്തെ ചോദിച്ച കായിനത്തായ പെണ്ണിന്റെ അരികിൽ കൂടെ തന്നെ വരികയാണ് അബ്ദുള്ള എന്നവർ. ഫലം തുകല്ലിംഹു, അപ്പോ ഈ പെണ്ണുവിനെ അബ്ദുള്ളത്തോട് മിണ്ടുന്നില്ല. ഫസഅലഹ ലിമ ലം തഅരിദി നഫ്സകി അൽ ആന അലയ്യ, ഞാൻ അങ്ങോട്ട് പോയപ്പോ സംസാരിച്ച നീ ഇപ്പൊ നീ എന്തുകൊണ്ടോ ഒന്നും എന്നോട് മിണ്ടാത്തത്? നിനക്ക് മിണ്ടാട്ടൊന്നുമില്ലേ എന്ന് ചോദിച്ചു. എന്താണ് മിണ്ടാത്തത്, പറയൂ. എന്ത് കാരണം കൊണ്ട് എന്റെ ശരീരം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല നീ അങ്ങനെ ആവശ്യപ്പെട്ടിത് ചോദിച്ചു. കാലത്ത് ഫാർഖന്നൂർ അല്ലദീ സഅൽതുക ലി അജ്ലിഹി, ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിച്ച ഒരു പ്രഭ നിങ്ങളുടെ നെറ്റിയിലുണ്ടായിരുന്നു. അത് നുബുവത്തിന്റെ പ്രഭയാണ്. ആ ഒരു അഴക് കണ്ടപ്പോൾ എനിക്കൊന്ന് ബന്ധപ്പെടാൻ പോയി, ആ നുബുവത്തിന്റെ വെളിച്ചത് കിട്ടാൻ. പക്ഷേ അത് ഇപ്പോൾ കാണാനില്ല. ആ കാരണം കൊണ്ടാണ് ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പൊ അത് കാണാത്തത് കൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്ന് കാഹിനത്തായിരിക്കുന്ന പെണ്ണ് പറയുകയുണ്ട്. എന്നാലോചിച്ച് നോക്കൂ എത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒളിവ് ആ പിതാവിന്റെ നെറ്റിൽ മിന്നി മറിയുകയാണ്. ഇത് കണ്ടുകൊണ്ടല്ലേ ആ കാഹിനത്തായ പെണ്ണ് ആവശ്യപ്പെട്ടത്? ആ നബിന്റെ ഒളിവുള്ളത് കൊണ്ടാണ് മഹാനായ അബ്ദുള്ള തങ്ങൾക്ക് ആ സ്ഥാനം വന്നത്. ഇനി അജായിബുൻ നുതുബത്തിൽ കരീമ ലമ്മസ്തഖറ ഫിർ റഹമി, മാതാവിന്റെ ഗർഭപാത്രത്തിൽ പിതാവിന്റെ മുതുകി നിർഗളിച്ചു വന്ന ബീജം, ആ പ്രഭയാവുന്ന ബീജം, പരിശുദ്ധമാക്കപ്പെട്ട ബീജം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സ്ഥിരമായപ്പോൾ മഹാ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വദക്കറു, പണ്ഡിതന്മാര് പറയുന്നു ആ ബീജം അവിടെ ചെല്ലേണ്ട താമസം അസ്ബഹത്ത് അസ്നാമുദ്ദുനിയ മങ്കൂസത്തൻ, ഭൂമിയിലുള്ള വിഗ്രഹങ്ങളൊക്കെ എന്തോ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുക, തറക്കിയായി മറിയുകയാണ്. വഹ്ലറത്തിലർന്നു, ഭൂമിയാകെ പച്ച പിടിക്കുന്നു. ഹമലത്തിൽ അസ്ജാർ, വൃക്ഷങ്ങളാകെ കായകരികൾ നിറയുന്നു. കാലത്ത് ഹദബിൻ ഷദീദ്, വളരെ പ്രയാസത്തിലായിരുന്നു, ക്ഷാമത്തിലായിരുന്നു കുറേശികളന്ന്. അങ്ങനെ റസൂലുള്ളാന്റെ പ്രഭയാകുന്ന ബീജം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ മാറ്റം വന്നപ്പോ സുമ്യത്ത് ദിൽക്കസന, ആ കൊല്ലത്തിന് പേര് വെക്കപ്പെട്ട സ്ഥലത്തിൽ 10 എന്ന് പേര് വെക്കപ്പെട്ടു. സ്ഥലത്തിൽ 10 എന്ന് പേര് വെക്കപ്പെട്ടെന്ന് മാത്രമല്ല, ഒരുപാട് അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും ആ കൊല്ലത്തിൽ നിന്ന് അവർക്ക് സുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറേശികൾക്ക്, ആ നാട്ടുകാർക്ക് എല്ലാവർക്കും സുഖം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നബിയെ വിളിക്കപ്പെടുന്ന എന്താണ്? അല്ല, നബിയല്ല, അവിടെ വിളിക്കപ്പെടുകയാണ്. വനൂദി അവൽ മലക്കൂത്ത്, മലക്കൂത്തിയ ലോകത്ത്, അത് അള്ളാഹു തആല കൈകാര്യം ചെയ്യുന്ന ലോകമാണ്. ആ മലക്കൂത്തിയ ലോകത്ത് നിന്ന് വിളിക്കപ്പെടുകയാണ്. അന്നൻ നൂറൽ മക്നൂൻ, ഒളിച്ചു നിർത്തപ്പെട്ടതായിരിക്കുന്ന, ഇതുവരെ ഒളിഞ്ഞു നിന്ന പ്രഭയുണ്ടല്ലോ, പുറത്തേക്ക് വരാത്ത ആ പ്രഭ, ഖദിന്തഖല ഇലാ ബത്നി ആമിന ദാത്തിൽ അഖ്ലിൽ ബാഹിരി വൽ ഫദ്ലിൽ ലാഹിരി, ഉന്നതിയായ ശ്രേഷ്ഠവനിതയായ ബുദ്ധിയുള്ളവളായ നല്ലവളായ ആമിന, ആ ആമിനയുടെ ഗർഭപാത്രത്തിലേക്ക് ആ പ്രഭത നീങ്ങിയിരിക്കുകയാണ്. വിളിച്ചു പറയുകയാണെന്ന് ആമിന അറിയുന്നില്ല. വഖദ് ഖസ്സഹല്ലാഹു തആല ബിഹാദൽ ഹബീബ്, ഈ മുത്തുനബിനെ കൊണ്ട് ആമിന ബീവിയെ അല്ലാഹു തആല പ്രത്യേകമാക്കി. വേറൊരു സ്ത്രീകൾക്കത് കൊടുത്തില്ല, വേറെ ഒരാൾക്കത് ഏൽക്കാനും കഴിഞ്ഞില്ല. എന്താ കാരണം? അന്നഹ അഫ്ളലു ഖൗമിഹ ഹസബൻ വഅസ്കാഹും അസ്ലൻ വഫർഅൻ. അത് വെറുതെയല്ല, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ഉമ്മയായ ആമിന ബീവി ആ സമുദായത്തിൽ ഉന്നവതിയാണ്, തറവാടിത്തം കൊണ്ട്. അടിസ്ഥാനപരമായിട്ടും ശാഖാപരമായി ചിന്തിച്ചാലും ശുദ്ധവതിയാണ്, നല്ല തസ്കിയത്തുള്ള മഹദിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മഹദിയിലേക്ക് തന്നെ മുത്തുനബി തങ്ങളുടെ പ്രഭ അള്ളാഹു തആല എത്തിച്ചു കൊടുത്തത്. മാത്രമല്ല, അക്കാലഘട്ടത്തിൽ മലൂൻ എന്നുള്ള ഹദീസിൽ കാണാം, മഹദി ആമിന ബീബി റളിയല്ലാഹു അൻഹ നബിയെ ഗർഭം ചുമന്നപ്പോൾ ഖദ് അദിനല്ലാഹു തിൽക്കൽ സന,
ലിനിസാഇ ദുനിയ അൻ യജ്അൽന ദുകൂറൻ കറാമത്തിന് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നുള്ള ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അല്ലാഹു തആല നബി ആദരിച്ചുകൊണ്ട് പെൺകുട്ടികളെ മാറ്റി നിർത്തി ആൺകുട്ടികളെ കൊടുത്തു അല്ലാഹു തആല. അത്രത്തോളം പവിത്രതയുണ്ട്. ഇത് സീറത്തുൽ അലവിയിലാണ്. മുമ്പ് ഞാൻ വായിച്ചത് സറഹുൽ അംജയിലുമാണ്. അത്രത്തോളം വലിയ ഒരു ബഹുമതി നബി തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല പിന്നെന്തുണ്ടായെന്നറിയാമോ? വഫി ഹദീസ് ഇബ്നു ഇസ്ഹാഖ്, ഇനി ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ ഇപ്പോൾ ഇതിൽ കാണാം, അന്നഹ ഹദ്ദസത്ത് അന്നഹ ലമ്മ ഹമലത്ത് ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആമിന ബിബി ഗർഭം ചുമന്നപ്പോൾ ഖീലലഹ, മൂപ്പത്തിയോട് പറയുകയുണ്ടായി, അന്നക്കി ഹമൽതി ബി സയ്യിദി ആദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ നേതാവിനെ കൊണ്ടാണ് ആമിന നീ ഗർഭം ചുമന്നിട്ടുള്ളത് എന്ന്. ഇത് പറയുന്നത് എപ്പോഴാ? ഇന്റർവ്യൂവിൽ ചെന്നിട്ടുള്ളൂ. കാലത്ത് അപ്പോൾ മഹദി പറയുകയാണ്, മാ ശഅർതു ബി ഹംലിഹി, ആ കുട്ടിയെ ഗർഭം ചുമന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വലാ വജദ്തു ലഹു സിഖലൻ, ഒരു ഭാരം എനിക്ക് കിട്ടുന്നില്ല. വലാ വജ്അൻ, ഒരു വേദനയില്ല. വലാ ഹമ്മൻ, ഒരു പനിയുമില്ല. ഐ ബി ഇബ്ദാഇ ഹംലിഹി, ഈ കുട്ടിയെ ഗർഭം ചുമക്കുമ്പോൾ അതിന്റെ മുന്നോടിയായി പെണ്ണുങ്ങൾ ക്ഷീണമുണ്ടാവും, അതെനിക്കില്ല. ഛർദി ഉണ്ടാവും, അതെനിക്കില്ല. ഒരു ഗർഭത്തിന്റെ ഒരു അടയാളം പോലും എനിക്കില്ല, ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ആ അറിയാത്തതിനെയാണ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത്. മാത്രമല്ല അഖ്റജ അബൂ നുഐം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് അബൂ നുഐം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അന്നഹു ഖാൽ, നിശ്ചയമായിട്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? കാന ഫീ ദലാലത്തി ഹംലി ആമിനത ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ കൊണ്ട് ആമിന ബിബി ഗർഭം ചുമന്നു എന്നതിലേക്കുള്ള ലക്ഷ്യമായിട്ടുണ്ടായതെന്താ? അന്ന കുല്ല ദാബത്തിൻ കാനത്തിൽ ഖുറൈശിൻ, അന്ന് ഖുറൈശിൽക്കുണ്ടായിരുന്ന നാൽക്കാലികളെല്ലാം നതഖത്ത് തിൽക്കൽ ലൈല, നബി തങ്ങളെ ഗർഭം ചുമന്ന അന്നേ രാത്രി തന്നെ സംസാരിച്ചിട്ടുണ്ട് എല്ലാ മൃഗങ്ങളും. കാലത്ത് ആ മൃഗങ്ങൾ പറയുകയാണ്, ഉമില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ഇതാ ഗർഭം ചുമക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വറബ്ബിൽ കഅബ, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. വഹുവ ഇമാമുദ്ദുനിയ വസിറാജുൽ ഉലമാ, ആരായി പറയുന്നത്? ഈ നാൽക്കാലികൾ പറയുകയാണ്, ദുനിയാവിന്റെ ഇമാമാണ് ഈ വന്നിരിക്കുന്നത്, ഗർഭം ചുമക്കപ്പെട്ടിട്ടുള്ളത്. ആ ഗർഭം ചുമക്കപ്പെട്ട കുഞ്ഞ് പണ്ഡിത ലോകത്തിന്റെ വിളക്കാണ്. വലം യബ്ഖ സരീറു മലിക്കിൻ മിൻ മുലുക്കി ദുനിയ ഇല്ലാ അസ്മഹ മങ്കൂസ, അന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ കട്ടിലുകൾ തല കീഴായി മറിയുകയാണ്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വമറത്ത് വുഹൂഷുൽ മശ്രിഖി ഇലാ വുഹൂഷുൽ മഗ്രിബി, പടിഞ്ഞാറ് ഭാഗത്തുള്ള കാട്ടുമൃഗങ്ങളിലേക്ക് കിഴക്ക് ഭാഗത്തുള്ള കാട്ടുമൃഗങ്ങൾ ചെന്നിട്ട് പറയുന്നു, ഇതാ നബിനെ ഗർഭം ചുമന്നിട്ടുണ്ട് ആമിന, സന്തോഷ വാർത്ത. ബിൽ ബിശാറാത്തി, സന്തോഷങ്ങളായി പങ്കുവെക്കുകയാണ്. വകദാലിക അഹ്ലുൽ ബിഹാർ ബശറ ബഅദുഹും ബഅദ, സമുദ്രജീവികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹബീബ നബി തങ്ങളെ ഗർഭം ചുമന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലഹു ബി കുല്ലി ശഹരിൻ മിൻ ശുഹൂരി ഹംലിഹി, നബി തങ്ങളെ ഗർഭം ചുമന്ന മാസങ്ങളിൽ നിന്ന് എല്ലാ മാസങ്ങൾക്കും ഒന്നുണ്ട് നിദാഉം ബിൽ അർളി വനിദാഉം ബിസ് സമാഇ, ഓരോ മാസത്തിലും വിളിയാളം വരുന്നു. ഭൂമി ലോകത്തൊന്നുമുണ്ട്, ആകാശ ലോകത്തൊന്നുമുണ്ട് വിളിയാളം. എന്ത്? അന്നബിശുറൂ ഫഖദ് ആന അൻ യദ്ഹറ അബുൽ ഖാസിമി മൈമൂനം മുബാറക, നിങ്ങളെല്ലാവരും സന്തോഷവും ലോകമേ, ഇതാ അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്, ഖാസിമിന്റെ പിതാവ് എന്നാണല്ലോ. ആ അബുൽ ഖാസിമിന് ഇതാ പിറവിയെടുക്കാൻ സമയമായി, നല്ല ബർക്കത്തുള്ള സന്തോഷവാനായിട്ട് ഇതാ വരികയാണ് എന്ന് പറയുന്നുണ്ട്. നോക്കൂ എത്രത്തോളം നബിയെ സ്നേഹിച്ചു. ആ നബിനെ വരവേറ്റ കഥകൾ പറഞ്ഞു വരുന്നു.
നാൽക്കാലികളും എല്ലാവരും. ഇനി നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭം ചുമന്നിരിക്കുമ്പോൾ അബൂ നുഐം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന ആമിനത്ത അതാഹ ആത്തിൻ ബഅദ 6 അശ്ഹുരിൻ മിൻ ഹംലിഹ. ആമിന ബീവി നബിയെ ഗർഭം ചുമന്നത് മുതൽ 6 മാസം കഴിഞ്ഞിട്ട് ഒരാൾ ആമിന ബീവിന്റെ അടുത്തേക്ക് വരുന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറയുന്നു, യാ ആമിനെ അന്നക്കി ഹമൽതി ബി ഖൈറിൽ ആലമീൻ, സർവ്വലോകത്തിന്റെ നന്മയെ കൊണ്ടാണ് അങ്ങ് ഗർഭം ചുമന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫൈദാ വദഅതീഹി, ആ കുട്ടിയെ നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫസമ്മീഹി മുഹമ്മദ, ആ കുട്ടിക്ക് നിങ്ങൾ പേര് വിളിക്കേണ്ടത് മുഹമ്മദ് എന്നാണ്. ഫകുതുമി ഷൈനക്കി, നിങ്ങൾ രഹസ്യം നിങ്ങൾ മറച്ചു വെക്കേണ്ടതുമുണ്ട്, അത് ആരോടും പറയേണ്ടതില്ല. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒളിവിന്റെ പ്രത്യേകത ചില്ലറ പ്രത്യേകതയാണത്? അല്ലല്ലോ.